കൊല്ലം കടപ്പാക്കടയിൽ മകനെ കൊലപ്പെടുത്തി അച്ഛൻ ആത്മഹത്യ ചെയ്തു. കടപ്പാക്കട അക്ഷയ നഗർ സ്വദേശി വിഷ്ണുവാണ് കൊല്ലപ്പെട്ടത്. കൊലപാതക ശേഷം അഭിഭാഷകനായ അച്ഛൻ ശ്രീനിവാസൻ പിള്ള ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് വരാം. പയ്യന് നേരത്തെ മാനസിക അസ്വസ്ഥതയുള്ളതാണ്. നമ്മൾ വരുമ്പോഴും ഇലക്ഷൻ സംബന്ധിച്ച് വരുമ്പോൾ തൊട്ടേ നമുക്കറിയാവുന്നതാണ്. ആര് വന്നാലും ആള് സ്മോക്ക് ചെയ്തുകൊണ്ട് ഇരുന്ന് സംസാരിക്കും, മണിക്കൂറുകളോളം സംസാരിക്കും. നമ്മളൊക്കെ വന്നാൽ നമ്മളെ വിടാൻ പാടാ. പിന്നെ സാറിനെ ഓർത്താണ് എല്ലാവരും വന്നിട്ട് സംസാരിച്ചിട്ട് പതുക്കെ അങ്ങ് പോകും. അച്ഛൻ മോൻ്റെ ഒരു മാനസിക സമാധാനത്തിന് വേണ്ടിയിട്ട് അച്ഛൻ തന്നെ ചെയ്തു കൊടുക്കുന്ന ഇതൊക്കെ ഇങ്ങനെയൊക്കെ വേണം, ആൾ വരുമ്പോൾ ഇവിടെ ഇന്നതൊക്കെ പ്രവർത്തിക്കുന്നു എന്നൊക്കെ നമ്മളടുത്ത് തന്നെ പറയും. അത് കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്തുനിന്ന് ഷമീർ അബ്ദുള്ളാണ് ചേരുന്നത്. ഷമീർ, എപ്പോഴായിരുന്നു ഈ സംഭവങ്ങളൊക്കെ, എന്താണ് അവിടെ ഉണ്ടായത്? ഈ സംഭവം നടന്നിട്ട് ഇപ്പോൾ 2 ദിവസങ്ങൾ കഴിയുന്നു എന്നാണ് തോന്നുന്നത്. കാരണം ഈ മൃതദേഹത്തിന് പഴക്കമുണ്ട്. അതായത് ശ്രീനിവാസൻ മകൻ വിഷ്ണുവിനെ കൊലപ്പെടുത്തിയ ശേഷം തൂങ്ങി മരിക്കുകയായിരുന്നു. ഇതിനുശേഷം ശ്രീനിവാസൻ അല്പം മാനസിക പ്രശ്നമുള്ള ആളാണെന്ന് പറയുന്നു. അമ്മയെ ഉപദ്രവിച്ചു. അമ്മ രമ 2 ദിവസം മുമ്പാണ് തിരുവനന്തപുരത്തെ മകളുടെ വീട്ടിലേക്ക് പോയത്. ഇതിനുശേഷം ഫോണിൽ വിളിച്ച് കിട്ടാതായതോടുകൂടിയാണ് മകൾ ഇവിടെ വരികയും വിദ്യ ഇവിടെ വരികയും ഈ വാതിലുകളൊക്കെ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് ഈ വീടാണ്. ഈ വീട്ടിൽ മുഴുവൻ ബോർഡുകളാണ്. ഈ ബോർഡുകളിലെല്ലാം കൺസൾട്ടൻസി സ്ഥാപനം, അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയൊക്കെ തന്നെ ബോർഡുകൾ, ഹോട്ടൽ അടക്കമുള്ള സ്ഥാപനങ്ങളുടെ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ സ്ഥാപനങ്ങളൊന്നും തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നില്ല. കാര്യം മകൻ്റെ മാനസിക ബുദ്ധിമുട്ട് മാറ്റുവാനായി പിതാവ് സ്ഥാപിച്ചതാണ് ഇത്രയും ബോർഡുകൾ. നമുക്ക് ദൃശ്യങ്ങളിൽ ആ ബോർഡുകളൊക്കെ തന്നെ വ്യക്തമാണ്. അതാണ് നേരത്തെ അല്പസമയം മുമ്പ് കൗൺസിലർ അമ്പിളിയും ഈ വിവരം പറഞ്ഞത്. മകനെ തൃപ്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു അച്ഛൻ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്തു കൊടുത്തത്. പക്ഷേ എന്താണ് ഈ കൊലപാതകം, ഇയാൾ അക്രമാസക്തനാവുന്നൊരു ശീലമുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ മകൻ അത്തരത്തിൽ അക്രമാസക്തനായതിനെ തുടർന്ന് കൊലപ്പെടുത്തിയതാകാമെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം. പോലീസ് എത്തിയാണ് ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. 2 മുറികളിലായിട്ടാണ് മൃതദേഹങ്ങൾ കിടക്കുന്നത്. ഒരു വലിയ വീടാണ്. ഇവരുടെ ബന്ധുക്കളൊക്കെ തന്നെ ഇനി ഇവിടേക്ക് വരേണ്ടതുണ്ട്. മകളും പോലീസ് ഉദ്യോഗസ്ഥരും അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം വലിയ ജനക്കൂട്ടം. ഒരു കൊല്ലം നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. വലിയ ജനക്കൂട്ടം ഇവിടെയുണ്ട്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ ഇതുവരെയും ആയിട്ടില്ല. കൊല്ലം ഈസ്റ്റ് പോലീസ് ഇവിടെ എത്തും, അല്പസമയത്തിനകം എത്തും. ഇതിനുശേഷം ഇൻക്വസ്റ്റ് നടപടികൾ സ്വീകരിക്കും. എന്തായാലും ദൃക്സാക്ഷികൾ, ഈ പരിസരവാസികളായിട്ട് ആളുകളുണ്ട്. ചേട്ടാ, ഇവര് മുമ്പ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളായിരുന്നു ഈ മകൻ? മാനസിക രോഗിയായിരുന്നു. മാനസിക രോഗിയാണ്. വിദ്യാഭ്യാസമൊക്കെ ആവശ്യത്തിൽ കൂടുതലുണ്ട്. അച്ഛനും അമ്മയൊക്കെ പേടിച്ചാണ് ഇദ്ദേഹത്തിലൂടെ കഴിഞ്ഞുകൊണ്ടിരുന്നത്. എന്ത് പറഞ്ഞാലും ആ കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുമായിരുന്നു. ഈ ബോർഡെല്ലാം വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഈ സ്ഥാപനങ്ങളൊന്നും ഇവിടെ ഒന്നും പ്രവർത്തിക്കുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ ആവശ്യാനുസരണം ഓരോരോ ബോർഡ് വെക്കാൻ പറയും. എനിക്ക് അത് തുടങ്ങണമെന്ന് പറയും. ഉടനെ സാറ് ബോർഡ് അദ്ദേഹം തന്നെ. ശരി ഷമീർ, വിവരങ്ങൾ എടുക്കുന്നത് തുടരുക.